ആകാശവാണി കവരത്തി. തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്. This is Akashvani. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. ഹൃദയതാളമായി, സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ. വിനോദമായി, വിജ്ഞാനമായി, വാർത്തകളായി, സംഗീതമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ. പ്രകൃതി ദുരന്തവേളകളിൽ, കാലാവസ്ഥാ വ്യതിയാന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൈത്താങ്ങാകുന്ന ശ്രവ്യമാധ്യമം ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി എന്നും ശ്രോതാക്കൾക്കൊപ്പം. വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി പ്രാദേശിക ഭാഷകൾ, ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു. ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ് ആകാശവാണി. ആകാശവാണി കവരത്തി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് 90 തികഞ്ഞ ആകാശവാണി എന്ന പരിപാടിയിൽ എഴുത്തുകാരനും പ്രക്ഷേപകനും നാടകരചയിതാവുമായ മുഹമ്മദ് റോഷൻ പങ്കെടുക്കുന്നു. റേഡിയോ കേട്ടു തുടങ്ങിയ കുട്ടിക്കാലം മുതൽ ആകാശവാണി മനസ്സിൽ ഒരു ഭ്രമമായി പടർന്നു കയറി. എന്നെങ്കിലും അതിനുള്ളിൽ കയറിക്കൂടണം, ജോലി നേടണം, അവിടെ ജീവിക്കണം എന്നാഗ്രഹിച്ചു. അത് സാധിച്ചു എന്നത് ഈ ജന്മത്തിൻ്റെ പുണ്യം. എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയുടെ വിവാഹം ആകാശവാണിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി നിശ്ചയിക്കുന്നത്. അമ്മയുടെ കുടുംബ വീട്ടിൽ വിശാലമായ മുറ്റത്ത് വിരിച്ച പന്തലിൽ വെച്ചായിരുന്നു കല്യാണം. ആകാശവാണിയിൽ നിന്ന് ധാരാളം പേർ കല്യാണത്തിന് വന്നു. ആ വരവായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആവേശം. ആ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ചടങ്ങുകളോ അലങ്കാരമോ ആഹാരമോ ഒന്നുമായിരുന്നില്ല എൻ്റെ ശ്രദ്ധ. ആകാശവാണിക്കാർ സംസാരിക്കുന്നത് അടുത്ത് ചെന്ന് ഞാൻ കേട്ടു. ശബ്ദത്തിലൂടെ ഓരോരുത്തരെ തിരിച്ചറിഞ്ഞു. ഇത് റേഡിയോ മാവൻ, ഇത് മഹളാലയം ചേച്ചി, ഇത് എഴുത്തുപെട്ടിച്ചേട്ടൻ. താൽക്കാലിക അനൗൺസറായി 2 വർഷം, സ്ഥിരം ജീവനക്കാരനായി 35 വർഷം. അങ്ങനെ ആകാശവാണിയിൽ ഏതാണ്ട് 37 വർഷം ജീവിച്ചു, ജോലി ചെയ്തു. അക്കാലത്തെ സംഭവങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും ഒരു ആൽബത്തിലെ ചിത്രങ്ങൾ പോലെ ഇന്നും മനസ്സിലുണ്ട്. പ്രക്ഷേപണം വൈകിട്ട് മാത്രമായതുകൊണ്ടും ഡ്യൂട്ടി വൈകിട്ട് മാത്രമായതുകൊണ്ടും പകലാകെ വിരസമായിരുന്നു. പാമ്പും കള്ളന്മാരുമില്ലാത്ത ദ്വീപിലെ വാസം എനിക്കത്ര ആസ്വാദ്യകരമായി തോന്നിയില്ല. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി ഞാൻ ദ്വീപിനെ ഇഷ്ടപ്പെട്ടു. ഇത് 30 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ്. ഇന്ന് ഒരുപക്ഷെ എല്ലാ സൗകര്യങ്ങളും ആ ദ്വീപിൽ ലക്ഷ്യമായിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഊർജ്ജസ്വലരായ കുറേ പ്രോഗ്രാം തൽപരരായ വ്യക്തികൾ ആകാശവാണി കവരത്തിയെ ഇന്ന് ജീവസുറ്റതാക്കുന്നുണ്ട് എന്നാണ് അറിവ്. ആദ്യമായി ഓൺ എയർ എന്ന ചുവന്ന വെളിച്ചത്തിന് മുന്നിൽ പരിഭ്രമത്തോടെ നിന്ന ദിവസം ഓർമ്മ വരുന്നു. ആദ്യമായി ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ എന്ന് അനൗൺസ് ചെയ്ത എൻ്റെ സ്വരം റേഡിയോയിൽ കേട്ടു. ആ മധ്യാഹ്നം ഇന്നും ഓർമ്മയിലുണ്ട്. നീണ്ട യാത്രയ്ക്ക് ശേഷം വിട പറഞ്ഞിറങ്ങിയ പകൽ, തിരുവനന്തപുരം ഭക്തിവിലാസത്തിലെ പ്രൗഢി, കോഴിക്കോട് ജാലക കാഴ്ചയിലൂടെ കാണുന്ന സാഗര നീലിമ, ഭൂമിയുടെ അവസാനം എന്ന ഒരു കവി വിശേഷിപ്പിച്ച തൃശ്ശൂർ രാമവർമ്മപുരത്തെ ആകാശവാണി, ജീവിതം മടിപ്പിച്ച നാഗർകോവിലിലെ കോണം, ആസ്ബസ്റ്റോസ് ഷീറ്റിട്ട കവരത്തിയിലെ സ്റ്റുഡിയോ, കാക്കനാട് വൃത്തത്തിനപ്പുറം ഒറ്റ സ്റ്റുഡിയോ കൊച്ചി, ഇവയിലൊക്കെ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഇന്നും മനസ്സിൽ പൂത്തുകിടക്കുന്നു. ഇളം പച്ച നിറത്തിലുള്ള ഷർട്ടും ക്രീം നിറത്തിലുള്ള പാൻസും ധരിച്ച് സ്റ്റുഡിയോ വാതിൽ തുറന്നിറങ്ങി വരുന്ന പത്മരാജനെ അന്ന് ഞാൻ ആദ്യമായി കണ്ടു, പരിചയപ്പെട്ടു, സങ്കോചത്തോടെയാണെങ്കിലും. ഈ പത്മരാജനുമായുള്ള ബന്ധത്തിലൂടെയാണ് ഞാൻ ആകാശവാണിയിലേക്ക് കടക്കുന്നത്. കാരണം ആദ്യമായി കാഷ്വൽ അനൗൺസർമാരെ അവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് എന്നെ അറിയിച്ചത് പത്മരാജനാണ്. ഞാനൊരു അപേക്ഷ കൊടുത്തു, തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ തുടങ്ങി ആകാശവാണി ജീവിതം. ഞാൻ ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് എന്ന സ്ഥിരം ജീവനക്കാരനായപ്പോൾ ഞാനും പത്മരാജനും ഒരുമിച്ച് ഒരുപാട് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തു. അദ്ദേഹം അനൗൺസർ, ഞാൻ ഡ്യൂട്ടി ഓഫീസർ.
ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു, ഒരുപാട് കഥകൾ പറഞ്ഞു. പിന്നീട് സിനിമയിൽ സജീവമായതോടെ അദ്ദേഹം ആകാശവാണി വിട്ടുപോയി. ആകാശവാണി എന്ന ശബ്ദസാഗരത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത്, ആരാധിച്ച ശബ്ദങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത്, പരിപാടികൾ തയ്യാറാക്കാൻ കഴിഞ്ഞത് ജീവിതം മുഴുവനും ഒരു പുണ്യമായി ഞാൻ കണക്കാക്കുന്നു. മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിക്കുന്നത് പോലെയല്ല ആകാശവാണിയിൽ നിന്നുള്ള പടിയിറക്കം. മറ്റ് ഓഫീസുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഫയലുകളെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാനാവില്ല. ചിന്തിക്കുന്നത് ശരിയുമല്ല. പക്ഷേ ആകാശവാണി ഒരു സാംസ്കാരിക സ്ഥാപനമാണ്, പരിപാടികളുടെ കലവറയാണ്. ആ പരിപാടികളിൽ വീണ്ടും പങ്കെടുക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. വിവിധ നിലയങ്ങളിൽ റേഡിയോ നാടകത്തിൻ്റെ ചുമതല വഹിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഞാൻ നാടകങ്ങൾ എഴുതി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. തുടർന്ന് മള്ളൂർ രാമകൃഷ്ണൻ പ്രൊഡ്യൂസറായി ചുമതലയേറ്റപ്പോൾ നിരന്തരം അദ്ദേഹം എൻ്റെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ അവസരം നൽകി. അമ്മു, ആനി, ആമിന, പിന്നെ ഒരാൾ, ആലീസ് കണ്ട ആൽഫ്രഡ്, ചില അയൽക്കാർ, കാതോർത്ത് കിടന്നപ്പോൾ തുടങ്ങിയ എൻ്റെ നാടകങ്ങൾ ശ്രോതാക്കൾ സ്വീകരിച്ചു. 1994 ഞാൻ കോഴിക്കോട് നിലയത്തിൽ നാടക വിഭാഗം കൈകാര്യം ചെയ്യുമ്പോൾ നാടകവാരത്തിലേക്കായി ഒരു എഴുത്തുകാരനെ കൊണ്ട് ഒരു നാടകം എഴുതിപ്പിച്ചു. എന്നാൽ അദ്ദേഹം തന്ന നാടകം ആകാശവാണിയുടെ പ്രക്ഷേപണ കോഡിന് വിരുദ്ധമായിരുന്നു. ഒന്ന് മാറ്റി എഴുതി തരാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ ആ പ്രതിസന്ധി പരിഹരിക്കാനായി എനിക്ക് തന്നെ നാടകം എഴുതേണ്ടി വന്നു. ആ നാടകമായിരുന്നു ഭാഗ്യനക്ഷത്രങ്ങൾ. എൻ്റെ കൊച്ചുനാളിൽ എൻ്റെ ഒരു അടുത്ത ബന്ധു ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിലേക്ക് ഒരു നാടകം എഴുതി അയച്ചു. അത് പ്രക്ഷേപണത്തിന് സ്വീകരിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് തന്നെ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ യക്ഷി എന്ന ആ നാടകം സ്വീകരിക്കപ്പെട്ടു. പ്രക്ഷേപണ ദിവസം മർഫി റേഡിയോയുടെ മുന്നിലിരുന്ന് ഞങ്ങളെല്ലാവരും കൂടി ആ നാടകം കേട്ടു. അന്ന് തുടങ്ങിയതാണ് റേഡിയോ നാടകങ്ങളോടുള്ള എൻ്റെ കൊതി, അല്ലെങ്കിൽ എൻ്റെ ആശ. അത് എനിക്ക് സഫലീകരിക്കാൻ കഴിഞ്ഞു. ഏറെക്കാലം നാടക വിഭാഗം കൈകാര്യം ചെയ്യാനും കഴിഞ്ഞു. പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു നാടകം എഴുതുന്നത് 3 മാസങ്ങൾക്ക് മുൻപാണ്. തിരുവനന്തപുരം നിലയത്തിൽ നിന്നും ആ നാടകം റൂബി ബാബു സംവിധാനം ചെയ്തു. പരിഭവങ്ങളുടെ പാദസരം എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. റേഡിയോ നാടകങ്ങൾ പോലെ തന്നെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാണ് ചലച്ചിത്ര ശബ്ദരേഖ. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചലച്ചിത്രത്തിൻ്റെ ശബ്ദരേഖ 1 മണിക്കൂറായി വെട്ടിച്ചുരുക്കി റേഡിയോയിലൂടെ കേൾപ്പിക്കുമ്പോൾ ധാരാളം ശ്രോതാക്കൾ അത് കാത്തിരുന്ന് കേട്ടിട്ടുണ്ട്. റേഡിയോ ശബ്ദരേഖ തയ്യാറാക്കുന്നതിനായി ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്നു. ആ പ്രദർശനത്തിൽ ഒരു പ്രോഗ്രാം ഓഫീസറും 2 സാങ്കേതിക വിഭാഗക്കാരും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സിനിമയിൽ നിന്നും ശബ്ദം പകർത്തി പിന്നീട് ആകാശവാണി സ്റ്റുഡിയോയിലെത്തി എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിയേറ്ററിനുള്ളിൽ 2-3 പേർ മാത്രമായി സിനിമ കണ്ട് ശബ്ദരേഖ തയ്യാറാക്കുന്ന അനുഭവം മറക്കാൻ വയ്യ. ആകാശവാണി എന്ന ശബ്ദത്തിൻ്റെ മാന്ത്രിക ലോകത്ത് കുട്ടികൾക്കായി ബാലലോകവും രശ്മിയും, സ്ത്രീകൾക്കായി മഹിളാലയവും വനിതാരംഗവും, തൊഴിലാളികൾക്കായി തൊഴിലാളി മണ്ഡലവും, കർഷകർക്കായി ഗ്രാമരംഗവും നിറഞ്ഞു നിന്ന ഒരു പഴയ കാലം. അന്ന് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും റേഡിയോയിൽ കേട്ടിരുന്ന പേരാണ് KG സേതുനാഥ്. നാടകങ്ങൾ, ചിത്രീകരണങ്ങൾ, പരമ്പരകൾ, ആകാശവാണിക്ക് മാത്രം സ്വന്തമായ ലളിതഗാനങ്ങൾ എല്ലാം ഒരേ സമയം എഴുതിയ ഒരേ ഒരാളുടെ രചനകൾ മാത്രം എല്ലാ ദിവസവും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുമോ എന്ന് സംശയം തോന്നിച്ച കാലം. എല്ലാ മേഖലയിലും ഒരാൾക്ക് അക്ഷരങ്ങൾക്ക് പിറവി നൽകാൻ കഴിയുമോ എന്ന് സംശയിച്ച കാലം. പക്ഷേ പറയുന്നത് സേതുനാഥിനെക്കുറിച്ചാവുമ്പോൾ അത് 100% സത്യം. ടെലിവിഷൻ സീരിയലുകൾ ഇന്ന് സ്വീകരണമുറി കീഴടക്കുന്നതിനേക്കാളും എത്രയോ ശക്തമായ സ്വാധീനം റേഡിയോയ്ക്ക് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയാണ്. സേതുനാഥിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രീകരണ പരമ്പരയാണ് ഭാര്യമാർ കഥ പറയുന്നു. ചൊവ്വാഴ്ചയിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന പരിപാടിയിലൂടെ ആഴ്ചകൾ നീണ്ടു. ഓരോ അധ്യായത്തിലും ഓരോ സ്ത്രീയുടെ ജീവിതകഥ അദ്ദേഹം വരച്ചു കാട്ടി. ഭാര്യമാർക്ക് ശേഷം ഉദ്യോഗസ്ഥകളുടെ കഥയായി. അക്കാലത്ത് ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന സ്ത്രീകൾ വളരെ കുറവായിരുന്നല്ലോ. കുടുംബത്തിൽ നിന്നും ദാമ്പത്യത്തിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങളും വിഷമതകളും നേരിട്ടിട്ടാണ് അവർ ജോലിക്ക് പോയിരുന്നത്. അവരുടെ നൊമ്പരങ്ങളുടെ കഥ സേതുനാഥിൻ്റെ മറ്റൊരു ഹിറ്റായി. ഭക്തിവിലാസിലെ മുഖ്യ കെട്ടിടത്തിൻ്റെ തടിപാകിയ മുകൾ നിലയിലെ ഹാളിലായിരുന്നു സേതുനാഥിൻ്റെ ഇരിപ്പിടം. ബംഗ്ലാവിലെ പഴയ നൃത്ത സംഗീതപുരയാണത്. പിന്നീടത് ഓഫീസ് മുറിയാക്കി മാറ്റുകയായിരുന്നു. ആ ഹാളിൽ തന്നെ നിലയത്തിലെ മറ്റ് ചില ഉദ്യോഗസ്ഥരും ഇരിക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തിരുന്ന് അവർ സംസാരിക്കുമ്പോഴും സേതുനാഥ് ഏകാഗ്രതയോടെ എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം നിലയത്തിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. പണ്ട് അങ്ങനെ ഒരു തസ്തിക നിലവിലുണ്ടായിരുന്നു. എഴുതുക,
എഴുതിക്കൊണ്ടേയിരിക്കുക എന്നതാണ് ജോലി. അന്നത്തെ ഏക സ്ക്രിപ്റ്റ് രചയിതാവായിരുന്നു അദ്ദേഹം. ഏത് പ്രോഗ്രാം വിഭാഗത്തിൽ നിന്ന് ആവശ്യപ്പെട്ടാലും ഉടനെ എഴുതി കൊടുക്കണം. നാടകമെന്നോ പാട്ടെന്നോ വ്യത്യാസമില്ല. യാന്ത്രികമായി അങ്ങനെ സാഹിത്യരചന നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെ ചെയ്താൽ അതിന് പൂർണ്ണതയുണ്ടാവുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ടാകാം. ഈ ചോദ്യങ്ങൾക്കെല്ലാം സേതുനാഥ് സ്വന്തം രചനകളിലൂടെ വ്യക്തമായ ഉത്തരം നൽകി. റേഡിയോയെ ജനപ്രിയമാക്കിയ എഴുത്തുകാരനാണ് സേതുനാഥ്. MT വാസുദേവൻ നായരുടെ വിഖ്യാത നോവലായ രണ്ടാമൂഴം ചലച്ചിത്രമാക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ടല്ലോ. എന്നാൽ ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുൻപ് ആകാശവാണിയുടെ കോഴിക്കോട് നിലയം ഈ നോവലിൻ്റെ നാടകരൂപം തുടർച്ചയായി പ്രക്ഷേപണം ചെയ്തിരുന്നു. അന്തരിച്ച എഴുത്തുകാരനായ ഹുസൈൻ കാരാടിയായിരുന്നു അതിൻ്റെ നാടകരൂപം എഴുതിയത്. MTയുടെ കയ്യിൽ നിന്നും അനുവാദം വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള ആദ്യകാല പ്രവർത്തനം നടത്തിയത് ഞാനാണ്. പിന്നീട് എനിക്ക് സ്ഥലമാറ്റമായപ്പോൾ റേഡിയോ അനൗൺസറും റേഡിയോ നാടകത്തിൻ്റെ നെടുന്തൂണുമായ ഖാൻ കാവിൽ ആ ജോലി ഏറ്റെടുത്ത് ഭംഗിയായി പൂർത്തിയാക്കി. പനിനീർ പൂവിൽ കാറ്റൊന്ന് തൊട്ടതുപോലെ, തിരുവനന്തപുരം അനന്തപുരി FM-ൻ്റെ ശീർഷക ഗാനം ഞാൻ എഴുതിയതാണ്. ആ ഗാനത്തിൻ്റെ വരികൾ പോലെ പനിനീർ പൂവിൽ കാറ്റ് തൊട്ടതുപോലെയാണ് ആകാശവാണിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ. അത് നിലാവാണ്, പൂമ്പാറ്റയാണ്, ചിത്രങ്ങളാണ്, മാധുര്യമാണ്. പാട്ടോർമ്മ. പ്രക്ഷേപണത്തിൻ്റെ 90 വർഷങ്ങളിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ വസന്തമായി വിടർന്നു നിൽക്കുന്ന ആകാശവാണി. വയലാർ എഴുതി ദേവരാജൻ സംഗീതം നൽകി യേശുദാസും മാധുരിയും ചേർന്ന് പാടിയ അക്കരെ പച്ചയിലെ ഗാനം ഓർമ്മ വരുന്നു. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1 കോടി 1 കോടി. അങ്ങനെ കോടിക്കണക്കിന് ശ്രോതാക്കളിലേക്ക് ശ്രവ്യപുഷ്പങ്ങളുമായി ആകാശവാണി പടർന്ന് പന്തലിക്കുന്നു. എൻ്റെ പാട്ടോർമ്മയിൽ അക്കരെ പച്ചയിലെ ആ ഗാനം തന്നെയാണ്. തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി എന്ന പരിപാടിയിൽ ആകാശവാണിയെക്കുറിച്ചുള്ള മധുരസ്മരണകൾ പങ്കുവച്ചത് പ്രക്ഷേപകനും നാടകരചയിതാവും എഴുത്തുകാരനുമായ മുഹമ്മദ് റോഷൻ. ശ്രോതാക്കൾക്കായി ഈ പരിപാടി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേലം. പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ. 90 തികഞ്ഞ് ആകാശവാണി.